വളരെ റാൻഡം ആയിട്ടുള്ളൊരു വീഡിയോ ആണിത്. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ പശുവുണ്ട്. സോ മോരുണ്ട്, തൈരുണ്ട്, അങ്ങനെയുള്ള എല്ലാ മിൽക്ക് പ്രൊഡക്ട്സും ഉണ്ട്. അപ്പോൾ ഇത് 2-3 ദിവസത്തെ തൈര് ഫ്രിഡ്ജിലെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇന്നത് കടയുന്ന ദിവസമാണ്. അപ്പോൾ അതൊന്ന് ഷൂട്ട് ചെയ്തേക്കാം എന്ന് വിചാരിച്ചു. പാല് അതിൻ്റെ പാട. അപ്പോൾ പാല് കാച്ചി വെച്ചതിൽ നമ്മൾ കുറച്ച് മോരൊഴിച്ച് വെച്ച് കഴിഞ്ഞാൽ പിറ്റേ ദിവസത്തേക്ക് അത് തൈരായി മാറും. അപ്പോൾ ആ തൈര് നമ്മൾ കടയുമ്പോഴാണ് മോരും വെണ്ണയൊക്കെ ആയിട്ട് കിട്ടുന്നത്. നമ്മുടെ വീട്ടിൽ കടയാൻ യൂസ് ചെയ്യുന്ന ഡിവൈസാണിത്. ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഡ്രില്ലറാണ്. ആ ഡ്രില്ലറിൻ്റെ ഡ്രില്ലിംഗ് പോർഷൻ മാറ്റിയിട്ട് അവിടെ ഒരു അലുമിനിയത്തിൻ്റെ കടോല് ഫിക്സ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ ഇത് വെച്ചിട്ടാകുമ്പോൾ ഭയങ്കര ഈസി ആയിട്ട് കടയിൽ നടക്കും. മറ്റേത് നമ്മൾ മരത്തിൻ്റെ കടോലാണെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ കടഞ്ഞെടുക്കുമ്പോഴത്തേക്കും ഒരു പരുവാകും കൈ. അപ്പോൾ വർക്ക് ഈസി ആവാൻ വേണ്ടിയിട്ട് അച്ഛൻ ഞങ്ങൾക്ക് വേണ്ടി സംഘടിപ്പിച്ചൊരു സംഭവമാണിത്. ഇത് വേറെ എവിടെയൊക്കെ ഉപയോഗിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഇത് നമ്മൾ ഡ്രില്ലർ ഓപ്പറേറ്റ് ചെയ്യുന്ന പോലെ തന്നെ അതിങ്ങോട്ട് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കടോല് തിരിഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് ഞാൻ ഒറ്റ കൈ കൊണ്ട് കടയുന്നത് കൊണ്ട് അതിൻ്റേതായ അപാകതകൾ ഉണ്ടാകും. മറ്റേ കൈ കൊണ്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ കുറേ നേരം കടഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പരുവത്തിലേക്ക് മാറും. എന്നിട്ട് വീണ്ടും കടയുക. അപ്പോൾ അതിലേക്ക് വെണ്ണ തെളിഞ്ഞ് വരാൻ തുടങ്ങും. നമ്മളിങ്ങനെ കടയുന്നതിനനുസരിച്ച് നമുക്ക് കാണാം. അത് ഭയങ്കര സാറ്റിസ്ഫൈങ് ആയിട്ടുള്ള ഒരു മൊമെൻ്റാണ്. കാരണം ആ മീൻസ് തൈര് പാട അതൊന്ന് മാറിയിട്ട് മോരിലേക്കും വെണ്ണയിലേക്കുള്ള ആ ട്രാൻസിഷൻ, ആ വെണ്ണ കാണുമ്പോൾ നമുക്ക് കിട്ടുന്നൊരു സന്തോഷം അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. അപ്പോൾ ആ തിക്കായിട്ട് നമ്മൾ മേലെ കാണുന്നതൊക്കെ വെണ്ണയാണ്. അത് നമ്മളിങ്ങനെ എത്ര നേരം കടയുന്നോ ആ കടയുന്നതിനനുസരിച്ച് അതിങ്ങനെ ഫോമായിക്കൊണ്ടേയിരിക്കും. അത് കഴിഞ്ഞിട്ട് അത് കൂടുക എന്ന് പറയും, വെണ്ണ കൂടുക. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ എത്തുമ്പോഴാണ് നമ്മളത് നിർത്തുക. അതുവരെ നമ്മൾ കടഞ്ഞുകൊണ്ടേയിരിക്കും. അപ്പോൾ വെണ്ണയുടെ ലൈറ്റ് യെല്ലോ കളറൊക്കെ നല്ല എവിഡൻ്റ് ആയിട്ട് കാണാൻ തുടങ്ങി. കുറച്ചും കൂടിയൊക്കെ കടയുമ്പോഴത്തേക്കും അത് സെറ്റായിട്ട് വരും. അപ്പോൾ അതുവരെ നമ്മൾ കണ്ടിന്യൂസ്ലി ഇത് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിപ്പോൾ ഡ്രില്ലറിലായതുകൊണ്ട് നമുക്ക് കൈ കടയുന്ന ബുദ്ധിമുട്ടൊന്നും വരില്ല. ഒരു അരമണിക്കൂർ എന്തായാലും വേണ്ടി വരും. ഈ അരമണിക്കൂർ സമയം നമ്മളിതിങ്ങനെ മൂവ് ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമുക്ക് വെണ്ണ കിട്ടും. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാക്കുമ്പോൾ നമുക്ക് എന്താ പറയുക, ഇങ്ങനെ പ്രൈസ് കോൺഷ്യസോ ക്വാണ്ടിറ്റി കോൺഷ്യസോ ഹെൽത്ത് കോൺഷ്യസോ ഒന്നും ആവാതെ നമുക്ക് അത്രയും സന്തോഷത്തോട് കൂടിയിട്ട് യൂസ് ചെയ്യാം. അയ്യോ അത് തീർന്നു പോയല്ലോ, അത് ഇത്തിരി ഉള്ളുവല്ലോ, ഇത് വാങ്ങിയതാണല്ലോ, ഇതിന് ഇത്ര വിലയുണ്ടല്ലോ എന്നൊന്നും ആലോചിക്കണ്ട. അതാണ് നമ്മൾ വീട്ടിലിതൊക്കെ അവൈലബിൾ ആയിട്ടുള്ളൊരു കാലത്തിൽ നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അഡ്വാൻറ്റേജ്. നമ്മളിത് കടയിൽ നിന്ന് വാങ്ങുമ്പോൾ നമ്മൾ ഭയങ്കര കോൺഷ്യസ് ആവും. അപ്പോൾ ഫൈനലി ഇതേ വെണ്ണ സെറ്റായിട്ടുണ്ട് ഞാൻ പറഞ്ഞ പോലെ. അപ്പോൾ ഇതേ കണ്ടോ, വെണ്ണ അങ്ങനെ അതിൻ്റെ മേലെ വന്ന് കൂടിയിരിക്കുന്നു. ഇതിപ്പോൾ 2-3 ദിവസത്തെ ആയതുകൊണ്ടാണ് കുറച്ചധികം ക്വാണ്ടിറ്റിയിൽ കാണുന്നത്. ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു പാത്രത്തിൽ കുറച്ച് വെള്ളമൊക്കെ എടുത്തിട്ട് ഇതിൽ നിന്ന് ഈ വെണ്ണേനെ കോരിയെടുക്കണം. അതിന് മുന്നേ നമ്മൾ ഈ കടോല് ഇതൊന്ന് മാറ്റണം. കണ്ടില്ലേ ആ കടോല്? അപ്പോൾ അത് ക്ലീനായിട്ട് നമ്മൾ ഇന്ന് തട്ടി മാറ്റി ഇനിയൊരു സ്പൂൺ എടുത്ത് നമ്മൾ ആ വെണ്ണ ഒന്ന് കൂട്ടുക, ഒന്ന് ഒരുമിപ്പിക്കുക. എന്നിട്ട് ഒരുമിപ്പിച്ചതിന് ശേഷം ഒരു ബൗളിലേക്ക് എടുത്ത് മാറ്റുകയാണ്. ഇതിപ്പോൾ ഫുള്ള് വെണ്ണ നമ്മൾ ആ ബൗളിലേക്ക് എടുത്ത് മാറ്റുന്നില്ല. ഇപ്പോൾ കാണിക്കാൻ വേണ്ടി ജസ്റ്റ് കുറച്ച് വെണ്ണ മാത്രം എടുത്ത് മാറ്റുകയാണ്. വെള്ളം വെക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ വെണ്ണ ആ പാത്രത്തിൽ പെട്ടെന്ന് അങ്ങോട്ട് ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയാണ്. അപ്പോൾ അതെടുത്തു. ഇനി നമ്മൾ കഴുകണം. കാരണം ഈ വെണ്ണയിൽ മോരിൻ്റെ അംശം വല്ലാണ്ടുണ്ടാകും. ഇതെങ്ങനെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ ആ ബട്ടറിന് എപ്പോഴും ഒരു പുളി ടേസ്റ്റ് കൂടുതലായിരിക്കും. അപ്പോൾ നമ്മളിതൊരു 3-4 വട്ടം നല്ല വെള്ളത്തിൽ കഴുകി കളയണം. അപ്പോൾ ആ മോരിൻ്റെ അംശം പോയിട്ട് നമുക്ക് പ്യുവർ ബട്ടർ കിട്ടും. അപ്പോൾ നമുക്ക് കഴുകൽ പരിപാടിയിലേക്ക് കയറാം. ഇത് എത്ര കഴുകുന്നോ അത്രയും നല്ലതാണ്. സോ ദാറ്റ് നമ്മൾ ഈ വെണ്ണ ഉരുക്കി നെയ്യാക്കുമ്പോൾ ആ നെയ്യിൻ്റെ ലൈഫ് കൂടുതൽ കിട്ടും. അതല്ല ഈ പുളിയോടക്കനെ നമ്മളിത് വെണ്ണയിൽ നിന്ന് നെയ്യിലേക്ക് മാറ്റി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നെയ്യിൻ്റെ ലൈഫ് ഭയങ്കര കുറവായിരിക്കും, പെട്ടെന്ന് നാശമാവും. അപ്പം നമ്മുടെ വീട്ടിൽ നെയ്യ് എത്ര കാലം ഇരുന്നാലും നാശമാവില്ല. നമ്മളിത് പുറത്തേക്ക് കൊടുക്കാറുണ്ട്, വെണ്ണയായിട്ടും കൊടുക്കാറുണ്ട്, നെയ്യായിട്ടും കൊടുക്കാറുണ്ട്. ഇവിടെ നെയ്യുണ്ട് വെണ്ണ ഉണ്ടെന്ന് അറിയുന്ന ആൾക്കാർ നമ്മുടെ വീട്ടിൽ വന്ന് വാങ്ങിക്കാറാണ് പതിവ്. കുട്ടികൾക്ക് കൊടുക്കാനൊക്കെ വളരെ നല്ലതാണ്. ഹോം മെയ്ഡ് ആയതുകൊണ്ട് ഒരു പേടിയില്ലാതെ കൊടുക്കാം. അപ്പോൾ ഓരോ തവണ നമ്മളത് കഴുകുമ്പോഴും നമുക്ക് കാണാം ആ വെണ്ണ എത്ര ക്ലിയർ ആയിട്ട് വരുന്നു, അതിൽ ആ മോരിൻ്റെ അംശം പോകുന്നു എന്നൊക്കെ നമുക്ക് നല്ല എവിഡൻ്റ് ആയിട്ട് കാണാം. ഇത് കുറച്ച് മെനക്കെട്ട പ്രോസസ്സ് ആയതുകൊണ്ടാണ് ഭൂരിഭാഗം ആൾക്കാർ ഇതിനൊന്നും നിൽക്കാതെ കടയിൽ നിന്ന് വാങ്ങുന്നത്.
ബട്ട് ട്രസ്റ്റ് മീ, കടയിൽ നിന്ന് വാങ്ങുന്നതും നമ്മൾ വീട്ടിലുണ്ടാക്കുന്നതും തമ്മിൽ ഒരുപാട് വ്യത്യാസമുണ്ട്. അത് ഉപയോഗിച്ചിട്ടുള്ളവർക്കറിയാം. അപ്പോൾ എനിക്കൊരിക്കലും കടയിൽ നിന്ന് വാങ്ങിയ തൈരൊന്നും കൂട്ടുമ്പോൾ ഒട്ടും ഒരു സാറ്റിസ്ഫൈഡ് ഫീൽ കിട്ടാറില്ല. കാരണം നമ്മളിത് ആദ്യം മുതലേ വീട്ടിലുള്ള ഈ തിക്ക് കേർഡ് കഴിച്ചിട്ട് നമുക്കത് ശീലമായി. അപ്പോൾ ഇത് 2-3 തവണ കഴുകി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് വെള്ളം ക്ലിയർ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മുടെ സാറ്റിസ്ഫാക്ഷന് വേണ്ടിയിട്ട് ഒരു തവണയും കൂടി കഴുകാവുന്നതാണ്. അപ്പോൾ അത് കഴുകി കഴിഞ്ഞാൽ സെറ്റ്.